പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. കല്ലേലിമേട്ടിലെയും മണികണ്ഠൻ ചാലിലെയും പട്ടയ നടപടികൾക്ക് തുടക്കമായി. 800ഓളം കൈവശക്കാർക്ക് സമയബന്ധിതമായി പട്ടയം ലഭ്യമാകുമെന്ന് കോതമംഗലം MLA ആന്റണി ജോൺ അറിയിച്ചു. കല്ലേലിമേട്ടിലെയും മണികണ്ഠൻ ചാലിലെയും പട്ടയ നടപടികൾക്ക് തുടക്കമായി. 1983-84 കാലത്ത് നടത്തിയ റവന്യൂ വനം വകുപ്പ് സംയുക്ത പരിശോധന ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഭൂമി കൈമാറി കിട്ടിയവർക്കും റവന്യൂ ഭൂമി കൈവശം വെച്ചവർക്കുമാണ് ആദ്യഘട്ടത്തിൽ പട്ടയം അനുവദിക്കുന്നത്. കല്ലേലിമേട് മണികണ്ഠൻ ചാൽ പ്രദേശത്ത് 800ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിട്ടുള്ളതെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. നടപ്പാക്കാനുള്ള സാങ്കേതിക തടസ്സമടക്കം നീക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും അടക്കം വളരെ കൃത്യതയോടുകൂടിയുള്ള ഇടപെടലുകൾ അത് നിരന്തരമായി നടത്തിയതിന്റെ തുടർച്ചയാണ്. നമുക്കറിയാം, നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ മേഖലാതലത്തിൽ നമ്മുടെ നവകേരള സദസ്സിന് മുൻപാണ് മേഖലാതലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുത്തുകൊണ്ട് എറണാകുളത്ത് മേഖലാതല യോഗത്തിലാണ് നമ്മുടെ ഈ വിഷയം കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും കാര്യം വളരെ കൃത്യതയോടുകൂടി 20/20 ഉത്തരവിലെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പട്ടയം കൊടുക്കാൻ, ജനതയ്ക്ക് വെച്ച ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഉത്തരവ് ഇറക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് 23 അവസാനം നമുക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. 1993 വനഭൂമി കൈയേറ്റം ക്രമീകരിക്കൽ ചട്ടപ്രകാരം 4 ഏക്കർ വരെയുള്ള ഭൂമിക്കാണ് പട്ടയം നൽകുക. ശേഷിക്കുന്നവർക്കും ബാക്കിയുള്ള ഭൂമിക്കും തുടർന്ന് 1964 ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കും. വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അവരിൽ നിന്ന് ഭൂമി കൈമാറി കിട്ടിയവരും കോതമംഗലം ഭൂമി പതിവ് സ്പെഷ്യൽ ഓഫീസിൽ 2ാം നമ്പർ ഫോറത്തിൽ അപേക്ഷ നൽകണം. അപേക്ഷയുടെ പരിശോധന പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രദേശത്തെ സർവേ നടപടികൾ ആരംഭിക്കുമെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു. പട്ടയ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കല്ലേലിമേട്ടിലും മണികണ്ഠൻ ചാലിലും ചേർന്ന ജനകീയ സദസ്സുകൾ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ബദറൻ, ഡെയ്സി ജോയി, ബിനേഷ് നാരായണൻ, സ്പെഷ്യൽ തഹസിൽദാർ സജിമോൻ മാത്യു, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യൻ ചെയർമാൻ EK ശിവൻ, കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ശിവൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ മാത്യു, CPIM കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി KT പൊന്നച്ചൻ, B രതീഷ്, KP മീരാൻ, MR നടരാജൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.